ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ദം ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ദം ബിരിയാണീൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. നമ്മളടുത്ത് ഇടേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. നമ്മളടുത്ത് അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ട് നമ്മൾ മുന്തിരി മാത്രം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. 2 ചെറിയ ഉള്ളിയാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വലിയ ഉള്ളി. പിന്നെ നമ്മളിതിലേക്ക് നന്നായിട്ട് ഇത് ഒന്ന് വാടി വരണം. ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണേ. ഇതൊന്ന് നന്നായിട്ട് വാട്ടാം. ഉണക്കമുന്തിരി ഇങ്ങനെ പൊന്തി വന്നാൽ ഇത് നമ്മൾ കോരിയെടുക്കേ. ഇത് എല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അടുത്തത് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി ഇടുകയാണേ. 5 ഉള്ളി ചെറിയ ഉള്ളി മുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചേർത്തത്. വെല്ലുള്ളി ഇതൊന്ന് നമുക്ക് ഒന്ന് നന്നായിട്ട് വാട്ടാം. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. നമ്മൾ പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോ നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടിയാണ്, മല്ലിപ്പൊടി എന്ന് മാറിപ്പോയതാണ്, കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഇളക്കാം. സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇതിപ്പോൾ ഇടുന്നത്. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ചെറിയ കഷ്ണം ചിക്കൻ ക്യൂബാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായി, പട്ട, കറാമ്പൂ ഇട്ട് കൊടുക്കുകയാണേ. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടുത്ത നമ്മൾ കഴുകിയ ചിക്കന് ഇതിലേക്ക്, ഇറച്ചി ഇതിലേക്ക് ഇട്ട് നമ്മൾ കഴുകിയ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ച് കൊടുക്കണേ. കുറച്ച് മല്ലിച്ചപ്പ് കരിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നേ, പുതിന. ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാൻ നിൽക്കാം. അപ്പോൾ അത് നമ്മൾ മൂടി ഇതായി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഈ ഒരു മസാല ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണേ. ഇറച്ചി വേവുന്ന വരെയാണ് ഇതിൻ്റെ സമയം. നമുക്ക് ഇറച്ചി വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ബിരിയാണി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നമുക്ക് ഇന്നത്തെ മൂടി വെക്കാം.
അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഉണങ്ങിയ പാത്രത്തിലേക്ക്. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് ഇനി അടച്ചു വെക്കാം. കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉള്ളി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട കറാമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. 5 ഗ്ലാസ് അരിയാണെങ്കിൽ 10 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. കുക്കറിലായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കുറയ്ക്കുന്നുണ്ട്. കൽപ്പ് ഉപ്പിടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. നെയ്ച്ചോറിൻ്റെ അരി കഴുകി ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുക്കർ അടച്ചിട്ടിട്ട് വേവിക്കാം. ഈ ഒരു മസാലേൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു കഷ്ണം ഇല വെക്കുകയാണ്. അതിനു മുമ്പ് മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇല ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇടും. ഇട്ടിട്ടുണ്ട്. ഇനി ചോറ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളി അതിന് മുമ്പ് കുറച്ച് ബിരിയാണി മസാല ചോറിന് മുകളിൽ ഒന്ന് വിതറുന്നുണ്ട്. അതിന് ശേഷം വാട്ടിയ ഉള്ളിയും അതുപോലെ തന്നെ വാട്ടിയ ഉണക്കമുന്തിരിയും കൂടിയും വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയതാണ്. നമുക്ക് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. പൊരിച്ചെടുത്തതാണ് ഇത് രണ്ടും. അപ്പോൾ അത് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ നമുക്കിടാം. ഫസ്റ്റത്തെ ലെയറിൽ കുറച്ച് ബിരിയാണി മസാലയും അതുപോലെ തന്നെ ഉള്ളിയും ഇട്ടെടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം 1/4 മണിക്കൂർ സിമ്മിലിട്ടിട്ട് മൂടി വെക്കാം. അതായത് ദമ്മിലിട്ട്. ഇതാ നമ്മളുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.